അതെല്ലാം നനച്ചു പിടിഞ്ഞങ്ങ് പോരെ. ചേച്ചി മാറി ഇവിടെ. കുഞ്ഞിന്റെ അമ്മ തന്നെ ഈ പുകലൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്. ഇത്ര വലിയ കോലാഹലം ഉണ്ടാകാൻ എന്താ കൊലപാതകമായിട്ട് നടന്നോ ഇവിടെ? തെറ്റെന്റെ ഗോമോ, ഞാൻ കുറെ കൂടി കരുതണമായിരുന്നു. വന്ന് വല്ലതും കഴിക്ക്. അമ്മ മോളെ വഴക്ക് പറഞ്ഞത് സങ്കടം കൊണ്ടാ. അന്നേരത്തെ ദേഷ്യത്തിന് മനസ്സ് തോന്നിയത് എന്തൊക്കെയോ ഞാനങ്ങ് വിളിച്ചു പറഞ്ഞു. എന്റെ മോക്ക് എന്തെങ്കിലും കുഴപ്പം വരുമെന്ന് കണ്ടാ പിന്നെ ഞാൻ എങ്ങനെ സമാധാനിക്കും? അല്ല, മോള് തന്നൊന്ന് പറ. എനിക്കാരുമില്ല മോളെ, നീയേ ഉള്ളൂ. നിന്നെ ഒരു നല്ല കരയെടുപ്പിച്ചതിന് ശേഷമേ ഈ അമ്മയുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകത്തുള്ളൂ. നീ എന്തോ അത് ആലോചിക്കാത്തത്? എന്നെ സങ്കടപ്പെടുത്തിയിട്ട് അമ്മയ്ക്ക് എന്ത് കാര്യം നേടാൻ? വന്ന് വല്ലതും കഴിക്കും. എന്ത് പറയുന്നു പപ്പ സാർ? എന്താ എപ്പോഴും ഇങ്ങനെ അടച്ചുകൂടിയിരിക്കുന്നേ? അങ്ങനെ ഇരുന്നാ മതി, അധികം പുറത്തോട്ടൊന്നും ഇറങ്ങണ്ട. നല്ല ആളാ. അവരെ വിളിച്ച് 10 ചീത്ത പറയാനുള്ളതിന് പകരം എന്തിനാണെന്നോ പിന്നെ കാണിച്ചു നോക്കാൻ എടുക്കാമെന്ന് പറയാണോ? കരുതി നീ കുട്ടികളെ പഠിപ്പിക്കുന്ന ആളാ ഞാൻ സമ്മതിച്ചു. പക്ഷേ കുട്ടികളുടെ മനസ്സിനെ കുറിച്ച് നിനക്കൊരു ചുക്കും അറിയില്ല. ഓ പിന്നെ അറിയാവുന്നവരാണ്. എനിക്കറിയാം, ഞാനും ഈ പ്രായം കടന്നു വന്നവനാ. ഈ പ്രായത്തിൽ പലതും സംഭവിക്കും. അതൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങളാ. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന്? നിങ്ങൾ പലതും ചെയ്യാനുണ്ട്. കൗമാരം കണ്ണില്ലാത്ത പ്രായമാണ്. ഈ പ്രായത്തിൽ അവരുടെ കൂട്ടുകാരാരൊക്കെയാണ്, അവരെന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ അറിയുന്നു, ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് വീട്ടിലെ മുതിർന്നവരാ. അല്ലാതെ എന്തെങ്കിലും തെറ്റുകുറ്റം കണ്ടാലുടനെ അവരെ ശിക്ഷിക്കുകയും ശാസിക്കുകയല്ല വേണ്ടത്. തെറ്റ് മനസ്സിലാക്കുക, അത് തിരുത്തി കൊടുക്കാൻ ശ്രമിക്കണം. തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ പറഞ്ഞവരെ പഠിപ്പിക്കണം. ഞാൻ പോവില്ല. ഇല്ല.
സാറ് വലിയ തിരക്കിലാണല്ലോ. എങ്ങോട്ടാ? വായനശാലയിലോട്ടൊന്ന് പോണം. മെമ്പർഷിപ്പ് ക്ലോസ് ചെയ്യാനുണ്ട്. ചേച്ചി, നാളെ ഞാൻ പോവാ. അറിഞ്ഞു. പോയാൽ ഞാനിനി ഓണത്തിന്റെ അവധിക്കേ വരൂ. അന്ന് നിങ്ങളിവിടെ ഉണ്ടാവില്ല അല്ലേ? ഏ അങ്ങ് പോവില്ലേ ഭർത്താവിന്റെ വീട്ടിലേക്ക്? പോണേന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ പപ്പു? സന്ധ്യക്ക് വരൂ, ആ കാവിന്റെ അവിടെ. പപ്പു വരണം. വേണ്ട പപ്പു. വരണം, ഞാൻ കാത്തിരിക്കും. എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ വരണം.